ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ് കാണാൻ പോകുന്നത്. ഐവിൻ്റെ അംഗൻവാടിയിലെ ടീച്ചർ റിട്ടയർമെൻറ്റാണ്. അപ്പം ഏപ്രിൽ 30-നാണ് ടീച്ചർ സർവീസിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഞങ്ങൾ പാരൻസ് എല്ലാവരും കൂടി അതിന് കുറച്ച് ദിവസം മുന്നേ നടത്തിയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥനയിലാണ് തുടങ്ങുന്നത്. നമസ്കാരം. എൻ്റെ സെൻറ്റർ അംഗത്വമാണ് ടീച്ചറിൻ്റെ സെൻറ്ററുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളാണ് നമ്മൾ അപ്പോൾ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് ടീച്ചറിനെ ഞാൻ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേറെ അംഗൻവാടിയിലാണ് ടീച്ചറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നു. വന്നിട്ടുള്ള കുട്ടികളുടെ എല്ലാവരും അമ്മമാര്, പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ, പിന്നെ അംഗൻവാടി കുട്ടികൾ എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാഗതം ആശംസിക്കുന്നു. രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചറിനെ ക്ഷണിക്കുക. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അംഗൻവാടിയിൽ ജോലി കിട്ടി. ദൈവതുല്യം തന്നെയാണ്. എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ചേച്ചി അറിഞ്ഞൂടെ എന്ത് പറയണമെന്ന് പറഞ്ഞൂടാ. അത്രത്തോളം ഞാൻ എൻ്റെ സ്നേഹവും ആദരവും പറയാം. 28 വർഷം ഈ ഫീൽഡിലേക്ക് വന്നതാണ്. ഞാൻ 10ാം ക്ലാസ് കഴിയുമ്പോഴേ ഞാൻ ട്യൂഷൻ എടുത്ത് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നഴ്സറി ഒരു സഹകരണ സംഘത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് 4-5 വർഷം എടുത്തിട്ടുണ്ട്. ആ ബാച്ചിലൊക്കെ ആയിട്ട് ഇവയൊക്കെ നമ്മൾ അങ്ങനെ കുറേ പിള്ളേർ ഒരു 40-45 പിള്ളേരോട് വന്നിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് അംഗൻവാടികളൊക്കെ കിട്ടിയത്. അത് 26 വർഷമായി. ഇത്രയും വർഷത്തെയും ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ അത്രയേറെ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ ഓരോ ബാച്ചിലെയും പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം എൻ്റെ അടുത്ത് വരുന്ന പിള്ളേർക്ക് യാതൊരു രീതിയിൽ എൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ യാതൊരുവിധ ജ്ഞാനവും ഇല്ലാതാവരുത് എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളി പഠിത്തം മാത്രം നോക്കി ഞാൻ പിള്ളേരെ പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. കാരണം അവർ തുടർന്ന് ഭാവിയിൽ എങ്ങനെയൊക്കെ അവരായി വരണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ മറ്റുള്ളവരുടെ സഹകരിക്കണം, പിന്നെ പഠന കാര്യങ്ങൾ ഇതെല്ലാം പഠിപ്പിച്ചാണ് ഇതുവരെയുള്ള ബാച്ചിനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ സ്നേഹം രക്ഷകർത്താക്കൾക്ക് എൻ്റെ അടുത്തുണ്ട്. അതിലുപരി
എനിക്ക് ഏറ്റവും പറയാനുള്ള എല്ലാ മക്കളുമാർ ഒരെണ്ണം ഒഴിയാതെ എവിടെ ഏത് സ്ഥലത്ത് നിന്നാലും എന്നോട് കാണിക്കുന്ന ആ സ്നേഹം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. കാരണം എനിക്ക് ശമ്പളം എന്ന് പറയുന്നത് അന്ന് ഇന്ന് എടുത്തിരുന്ന സമയത്ത് എനിക്കെൻ്റെ ഒന്നിനും ആവില്ല ജീവിതാരെങ്കിലും ഇങ്ങനെയൊക്കെ. അപ്പം എന്നാലും എനിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന എവിടെ ചെന്നാലും എനിക്ക് വലിയ ഉയർന്ന പദവിയിൽ കോളേജ് ടീച്ചേഴ്സ് ഇവരെയൊക്കെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നത് എനിക്ക് വലിയൊരു സ്ഥാനം എൻ്റെ മക്കളാലും ഈ നാട്ടിലുള്ള ഏരിയയിലുള്ള രക്ഷകർത്താക്കൾ എനിക്ക് തരുന്നത്. അതാണ് ഞാൻ ഏറ്റവും വലിയ. ഇനി എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. കാരണം മക്കളുമാരെ മുന്നിൽ എത്തുമ്പോൾ ഞാൻ എല്ലാം മറന്നു. ഒരു ദിവസം ഒരു കാര്യത്തിൽ ഞാൻ ഉണ്ടാവുക വെക്കാത്ത രീതിയിൽ എനിക്കൊക്കെ എൻ്റെ കൂടെ തന്നെ ആരായാലും അങ്ങനെ ടീച്ചർ 2 വാക്ക് സംസാരിച്ചു. ടീച്ചർ കുറച്ച് ഇമോഷണലായി. കുറേ വർഷം സർവീസിലിരുന്ന് ഇറങ്ങുമ്പോൾ ഒരു സങ്കടം, മക്കളുടെ അടുത്തുനിന്ന് പോവുകയാണല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ ടീച്ചർ കുറച്ച് ഇമോഷണലായി. പിന്നെ ഞങ്ങൾ അവരെ കൈകൊണ്ട് തന്നെ ടീച്ചർക്ക് ആ ഫോട്ടോയൊക്കെ ഫ്രെയിം ചെയ്ത് കൊടുത്തു. പിന്നെ പാരൻസിൻ്റെ വകയും ടീച്ചർക്ക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു വക ഒരു സാരിയും ഉണ്ടായിരുന്നു. പിന്നെ ഗോൾഡിൻ്റെ ഒരു കോയിനും, 1 ഗ്രാം ഗോൾഡിൻ്റെ കോയിനും. അപ്പം അതൊക്കെ ഞങ്ങൾ ടീച്ചർക്ക് സ്നേഹത്തോടെ കൊടുത്തു. അപ്പം അത് ടീച്ചറിന് സാരിയൊക്കെ തുറന്ന് കാണിക്കും. അത്രയേ ഉള്ളൂ. ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. ടീച്ചർക്ക് മാത്രമല്ല എല്ലാവർക്കും സന്തോഷമായി. ആ സാരി കാണിക്കുന്നുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഗോൾഡ് ഞങ്ങളെല്ലാ പാരൻസും കൂടി ഒത്തുകൂടി തന്നെ കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് ടീച്ചർ എടുത്ത് കാണിക്കും. വോയിസ് ഞാൻ അവിടുത്തതൊക്കെ കട്ട് ചെയ്താണ്, ഭയങ്കര ബഹളമായതുകൊണ്ടാണ്. അപ്പം പിന്നെ ഇതാ ഗോൾഡ് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് തന്നെ അവിടെയുള്ള ആ ഒരു ആയും ടീച്ചർക്ക് ഗോൾഡിൻ്റെ ഒരു റിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അവരുടെ ഒരു ഗിഫ്റ്റായിട്ടാണ് അവർ കൊടുത്തത്.